ശബരിമല ശ്രീകോവിലിലെ പുതിയ വാതിൽ പ്രദർശിപ്പിച്ച് ഉണ്ണികൃഷ്ണൻ പോറ്റി പണപ്പിരിവ് നടത്തിയിട്ടുണ്ട് എന്ന് സ്ഥിരീകരിച്ച് ബംഗളൂരു ശ്രീറാംപുര അയ്യപ്പ ക്ഷേത്രം ട്രസ്റ്റ്. ഇടപാട് നടത്തിയത് പോറ്റി നേരിട്ടാണെന്നും ക്ഷേത്രത്തിന് ബന്ധമില്ലെന്നും ട്രസ്റ്റ് സെക്രട്ടറി NS വിശ്വംഭരൻ 24നോട് പറഞ്ഞു. അറസ്റ്റിന് മുൻപ് ഉണ്ണികൃഷ്ണൻ പോറ്റി ബംഗളൂരുവിൽ എത്തിയിരുന്നുവെന്നും അദ്ദേഹം വെളിപ്പെടുത്തി. 24 എക്സ്ക്ലൂസീവ്. സ്വർണ്ണപ്പാളിയിലെ സ്വർണം കൈക്കലാക്കിയതു മാത്രമല്ല, ശബരിമല ശ്രീകോവിലിന്റെ വാതിൽ പ്രദർശിപ്പിച്ചും ഉണ്ണികൃഷ്ണൻ പോറ്റി നടത്തിയത് വൻ തട്ടിപ്പ്. ചെന്നൈക്ക് പുറമെ ബംഗളൂരുവിലും പണപ്പിരിവ് നടത്തി. സ്വർണം പൂശിയ ശേഷം വാതിൽ ബംഗളൂരു ശ്രീറാംപുര അയ്യപ്പ ക്ഷേത്രത്തിലെത്തിച്ച് പണപ്പിരിവ് നടത്തിയെന്നാണ് ക്ഷേത്രം ട്രസ്റ്റ് സെക്രട്ടറിയുടെ വെളിപ്പെടുത്തൽ. വ്യവസായികൾ ഉൾപ്പെടെ നിരവധി പേരിൽ നിന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റിയും സംഘവും പണം വാങ്ങി. ദീപാരാധന കഴിഞ്ഞതിന് ശേഷം കൊണ്ടുവന്നു കഴിഞ്ഞ് കുറച്ച് ആൾക്കാരൊക്കെ വന്ന് കണ്ടു. അത് കഴിഞ്ഞ് ഇവിടെ വെച്ച് പാക്ക് ചെയ്തു. ഇവിടെ ശബരിമലയിലെ ഒരു ഡോർ ഇവിടെ കൊണ്ടുവന്ന് ഇവിടുന്ന് ഉണ്ടാക്കി കൊണ്ടുപോകുമെന്ന് പറഞ്ഞപ്പോൾ അത് കാണാൻ നമുക്കൊരു അവസരം ഉണ്ടല്ലോ എന്ന് നമ്മളും വിചാരിച്ചു. അറസ്റ്റിന് മുമ്പ് ഉണ്ണികൃഷ്ണൻ പോറ്റി ക്ഷേത്രത്തിലെത്തിയിരുന്നുവെന്നും ട്രസ്റ്റ് സെക്രട്ടറി NS വിശ്വംഭരൻ 24നോട് പറഞ്ഞു. അവിടെ ഇപ്പോൾ 3-4 ദിവസം മുമ്പ് പ്രത്യക്ഷമായല്ലോ, അന്ന് കാലത്ത് ഇവിടെ ഉണ്ടായിരുന്നു. ക്ഷേത്രത്തിൽ വന്നോ? ക്ഷേത്രത്തിൽ വന്ന് തൊഴാൻ വന്നിട്ട് പോയി. അന്ന് ഉച്ചയ്ക്കാണ് അവിടെ കണ്ടത്, ട്രിവാൻഡ്രത്ത്. അറസ്റ്റിന് മുമ്പ് എന്തിനാണ് പോറ്റി ബംഗളൂരുവിൽ വന്നത്? നടത്തിയ ഇടപാടുകളുടെ തെളിവുകൾ നശിപ്പിക്കാനാണോ എന്ന ചോദ്യമാണ് അവശേഷിക്കുന്നത്. 24 ബംഗളൂരു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.